സമയം രാവിലെയാണ്. ഐറിസ് ഇപ്പം അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഒരു വെക്കേഷൻ വന്നിരിക്കുകയാണ്. അവൾ ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടുത്തെ ലേക്കിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ട്സിൽ ഒരാൾ അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേര് സെർഗെ എന്നാണ്. ഒരു റഷ്യക്കാരനാണ് ഇവൻ. രാവിലെ തന്നെ ഒരു കുപ്പി മദ്യമായിട്ടാണ് അയാൾ അവിടേക്ക് വന്നിരിക്കുന്നത്. അവിടെ ഒറ്റയ്ക്കൊന്ന് വന്നിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഐറിസ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ സെർഗെ അങ്ങോട്ട് വന്നതുകൊണ്ട് അവളെ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ അവൾ പോകാൻ തുടങ്ങുന്നത് കാണുമ്പോൾ സെർഗെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെന്താ ഐറിസ് നീ വേഗം അങ്ങോട്ട് പോകുന്നേ, നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയല്ലേ ഇത്, ഇപ്പൊ ഞാൻ ഇവിടേക്ക് വന്നോണ്ടാണോ നീ പോകുന്നേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഏയ് അല്ലല്ല, ഞാൻ രാവിലെ അങ്ങോട്ട് ഇറങ്ങിയപ്പം ജോഷിന് നല്ല തലവേദന ഉണ്ടെന്നാണ് പറഞ്ഞത്, ഞാനൊന്ന് അവന്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നാണ് അവൾ ഇതിന് മറുപടി പറയുന്നത്. അതേക്കുമ്പോ അവന്റെ കാര്യമൊക്കെ അവൻ നോക്കിക്കോളും, നീ ഇപ്പൊ തൽക്കാലം ഇവിടെ ഇരിക്കി, എനിക്കൊരു കമ്പനിയൊക്കെ താ എന്ന് പറഞ്ഞിട്ട് സെർഗെ അവളെ നിർബന്ധിക്കാൻ തുടങ്ങി. തന്റെ ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ട് അല്ലേന്ന് കരുതിയിട്ട് അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സെർഗെ പറഞ്ഞ പോലെ അവളും അവന്റെ അടുത്തുള്ള സീറ്റിലേക്ക് ഇരുന്നു. എന്നാൽ ഈ സമയത്താണ് സെർഗെയുടെ അടുത്ത ആവശ്യം. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്റെ പുറം കണ്ടില്ലേ, നല്ല രീതിയിൽ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്, പെട്ടെന്ന് ടാൻ പിടിക്കും, അതുകൊണ്ട് നീ ഈ സൺസ്ക്രീൻ ഒന്ന് എനിക്ക് തേച്ചാ എന്ന് പറഞ്ഞിട്ട് ഒരു സൺസ്ക്രീൻ എടുത്തിട്ട് അയാൾ അവൾക്ക് കൊടുക്കുന്നു. ഐറിസ് ആണെങ്കിൽ അയാൾ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ ആ സൺസ്ക്രീൻ അയാളുടെ ശരീരത്തിൽ തേക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് അയാൾ അവളുടെ കൈക്ക് കയറി പിടിക്കുന്നത്. കൈക്ക് കയറി പിടിച്ചു എന്ന് മാത്രമല്ല, അയാൾ അവളെ കിസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഐറിസിനെ സംബന്ധിച്ചിട്ട് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ ബോയ് ഫ്രണ്ട് അല്ലാതെ അവൾക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ കൂടെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ എത്ര പറഞ്ഞിട്ട് അയാൾ വിടാത്തത് കാണുമ്പോൾ അവൾ അവിടെ ഇരിക്കുന്ന കുപ്പി എടുത്തിട്ട് അയാളുടെ തലയ്ക്ക് ഒരു അടി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അയാൾ താഴേക്ക് വീഴുകയും ചെയ്തു. ഈ സമയം അയാൾ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റിട്ട് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. ഈ സമയം അവൾ നോക്കുമ്പോൾ അവളുടെ പോക്കറ്റിൽ ഒരു കത്തിയുണ്ട്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കത്തി എടുത്തിട്ട് അയാളുടെ കഴുത്തിനൊരു കുത്തു കൊടുക്കുകയാണ്. അതോടുകൂടെ കൂടുകൂടാന്ന് ചോര അവളുടെ മേത്തേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെ അയാളെ കൊന്നുകളഞ്ഞ് ദേഹം മൊത്തം ചോരയുമായി ആ കത്തിയും പിടിച്ചുകൊണ്ടാണ് അവൾ നേരെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോകുന്നത്. അവളുടെ ആ വരവൊക്കെ കണ്ട് അവളുടെ ബോയ് ഫ്രണ്ടും കൂട്ടിനും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വർഷം റിലീസായ കമ്പാനിയൻ എന്ന സിനിമയിലെ ഒരു സീനാണ്. ആരാണ് ഈ ഐറിസ്, എന്താണ് ഇന്നത്തെ ദിവസം അവൾക്ക് സംഭവിച്ചത്, അതറിയാൻ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിലേക്ക് സഞ്ചരിക്കാം. ആദ്യം കാണിക്കുന്നത് ഈ കഥയിലെ നായികയായ ഐറിസിനെയാണ്. അവളിപ്പം ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അവൾ അതിലെങ്ങനെ നടക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് ജോഷ് എന്നാണ്. ഇവനാണ് ഈ കഥയിലെ ഹീറോ. അവളെ കണ്ട ആ നിമിഷം തന്നെ അവനൊരു പ്രത്യേക ഇഷ്ടം അവളുടെ അടുത്ത് തോന്നുകയാണ്. അവളെ തന്നെ ഇങ്ങനെ നോക്കി നടക്കുന്നതിനിടയിൽ അവന്റെ കൈ തട്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചൊക്കെ താഴേക്ക് വീണു. അത് കാണുമ്പോൾ ജോഷ് ആണെങ്കിൽ വളരെ വെപ്രാളത്തോടെയാണ് അതൊക്കെ എടുത്തു വെക്കുന്നത്. അവന്റെ ആ വെപ്രാളത്തിലുള്ള കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ ഐറിസിന് ശരിക്കും ചിരിയാണ് വരുന്നത്. അങ്ങനെ അവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ ആ ചിരി കാണുമ്പോൾ ജോഷും ചിരിക്കാൻ തുടങ്ങി. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ മീറ്റിംഗ്. ഈ ഒറ്റ മീറ്റിംഗ് കൊണ്ട് തന്നെ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജോഷും ഐറിസും കൂടെ ഒരു വെക്കേഷൻ ഇറങ്ങിയിരിക്കുകയാണ്. ജോഷിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ് ഇപ്പൊ ഇവർ പോകുന്നത്. ഇപ്പൊ ഇവർ ഈ സഞ്ചരിക്കുന്ന കാർ ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് ആണ്, വോയിസ് കമാൻഡിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരിപ്പോ ജോഷിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലെത്തി. അവരങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ വാതിൽ തുറന്നു കൊടുക്കുന്നത് ക്യാറ്റാണ്. ഇവളുടെ ബോയ് ഫ്രണ്ടിന്റെ വീടാണിത്. അങ്ങനെ അവർ വീടിന്റെ അകത്തേക്ക് കയറി. ഈ സമയം കിച്ചണിലെടുത്ത് നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് പാട്രിക് എന്നാണ്. അങ്ങനെ അവനെ പരിചയപ്പെട്ട് കഴിയുമ്പോഴാണ് വേറൊരുത്തൻ അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേരാണ് എലൈ. ഈ പാട്രിക്കിന്റെ ബോയ് ഫ്രണ്ടാണ് എലൈ. അങ്ങനെ അവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ക്യാറ്റിന്റെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേര് സെർഗെ എന്നാണ്. ഇവന്റേതാണ് ഈ വീട്. അങ്ങനെ അവിടുത്തെ ആ പാർട്ടി നടക്കുന്ന സമയത്ത് ഐറിസ് ഇപ്പൊ കേറ്റിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അവളിപ്പോ പറയുന്നത് അവളുടെ ബോയ് ഫ്രണ്ടായ സെർഗെനെ കുറിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ സെർഗെയ്ക്ക് വേറെ ഭാര്യയൊക്കെ ഉണ്ട്, എങ്കിലും അയാൾക്ക് എപ്പോഴും കൊണ്ടു നടക്കാൻ ഒരു പെണ്ണിനെ വേണം. അതാണ് ഈ കേറ്റ്. അവന്റെ കയ്യിൽ കുറെ കാശുള്ളതുകൊണ്ട് അവളാണെങ്കിൽ സന്തോഷത്തോടെ അവന്റെ കൂടെ നടക്കുകയും ചെയ്യുന്നു. അതാണിപ്പോൾ അവളുടെ ജോലി. എന്നാൽ കേറ്റതൊക്കെ പറയുമ്പം ഐറിസിനൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് മറ്റൊരാളെ എങ്ങനെയാണ് പ്രണയിക്കുന്നത് എന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി വളരെ കിടിലനായിട്ട് തന്നെ അവർ ആ പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമുക്ക് ആ ലേക്ക് വരെ ഒന്ന് പോയാലോ എന്നാണ് ഐറിസ് ജോഷിന്റെ അടുത്ത് ചോദിക്കുന്നത്. തലേ ദിവസം അവളുടെ കൂടെ ലേക്കിലേക്ക് വരാം എന്ന് ജോഷ് സമ്മതിച്ചതാണ്. എന്നാൽ തലേ ദിവസം നല്ല രീതിയിൽ മദ്യപിച്ചുകൊണ്ട് അവനിപ്പോൾ നല്ല ഹാങ് ഓവർ ഉണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ വരാൻ മൂഡില്ല എന്നാണ് ജോഷ് പറയുന്നത്. അതേക്കുമ്പോൾ ഓക്കെ എന്നാ നീ കിടന്നോ, ഞാനൊന്ന് ലേക്ക് വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഐറിസ് വേഗം തന്നെ ആ ലേക്കിലേക്ക് പോവാണ്. എന്നാൽ ആ ലേക്കിലേക്ക് എത്തുമ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ അവളുടെ പോക്കറ്റ് കൈയിട്ട് നോക്കുമ്പോൾ അതിനകത്തൊരു കത്തി ഇരിക്കുന്നു. അവൾ അങ്ങനെ ഒരു കത്തി എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് തന്റെ പോക്കറ്റിൽ വന്നത് എന്നാണ് അവളിപ്പോൾ ചിന്തിക്കുന്നത്. ഈ സമയത്താണ് സെർഗെ അങ്ങോട്ട് വരുന്നത്. പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ സെർഗേനെ കൊന്നതിന് ശേഷം വളരെ വെപ്രാളത്തില് ഐറിസ് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി. അവളുടെ ആ നിൽപ്പൊക്കെ കണ്ട് എല്ലാവരും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം ഐറിസ് ആണെങ്കിൽ വളരെ വെപ്രാളത്തോടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, സെർഗെയാണ് എന്നെ പ്രൊവോക്ക് ചെയ്തത്, അതിനെ തുടർന്നാണ് ഞാൻ അവനെ കുത്തിയത് എന്നൊക്കെയാണ് ഐറിസ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ ഐറിസ് അത് സംസാരിക്കുന്ന ആ നിമിഷം ജോഷ് ഒരു കാര്യം പറയാണ്. ഐറിസ് ഗോ ടു സ്ലീപ്പ് എന്നാണ് ജോഷ് പറയുന്നത്.
അവനത് പറയേണ്ട താമസം ഐറിസ് പെട്ടെന്ന് സ്റ്റക്കായി പോവാണ്. അതോടുകൂടെ അവളുടെ കണ്ണിപ്പോൾ ഒരു വെള്ള കളറിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവൾ അവിടെ സ്റ്റക്കാക്കിയതിനു ശേഷം എല്ലാവരും കൂടെ അവളെ ഒരു ചെയറിലേക്ക് ഇരുത്തിയിട്ട് അവളെ കെട്ടിയിട്ടു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് നോർമലായിട്ട് വരുമ്പം ജോഷ് പിന്നെ അവളുടെ മുന്നിലേക്ക് നിന്നിട്ട് മറ്റൊരു കാര്യം പറയാണ്, ഐറിസ് വേക്കപ്പ്. അത് പറഞ്ഞോടുകൂടെ അവൾ കണ്ണു തുറക്കുകയും ചെയ്തു. അതെ, ഐറിസ് എന്ന് പറയുന്നത് ഒരു കമ്പാനിയൻ റോബോട്ടാണ്. ഈ റോബോട്ടിനൊക്കെ റെന്റിന് കൊടുക്കുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ജോഷ് ഇപ്പോൾ അവളെ വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ ആ കമ്പനി റോബോട്ടിന് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടി ഈ റോബോട്ടിന്റെ മൈൻഡിൽ ഒരു കഥ ഫീഡ് ചെയ്യും. ഇപ്പൊ ഇവരുടെ കേസിൽ ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട സംഭവമാണ് ഐറിസിന്റെ തലയിൽ ഫീഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇവരിപ്പോൾ റിലേഷനിലായിരിക്കുന്നത്. എന്നാൽ ഈ കാര്യമൊന്നും ഐറിസിന് ഓർമ്മയില്ല. ഇപ്പൊ അവൻ പറയുമ്പോഴാണ് അവൾ അതിനെക്കുറിച്ച് ഓർക്കുന്നത്. മാത്രമല്ല ഇവന്റെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇവളെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഐറിസിനെ അവിടെ തന്നെ ഇരുത്തിയതിനു ശേഷം ജോഷും കേറ്റും കൂടെ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ രണ്ടുപേരും ഇപ്പോൾ പുറത്താണ് ഇരിക്കുന്നത്. പോലീസുകാരെ വിളിക്കാനാണ് അവർ പോയിരിക്കുന്നത്. ഐറിസിന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. എന്നാൽ അവൾ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നാണ്. ഈ സമയം അവൾ നോക്കുമ്പോൾ അവിടെ ആ കത്തി വീണ് കിടക്കുന്നുണ്ട്. അവൾ വേഗം തന്നെ താഴേക്ക് കടന്നിട്ട് ആ കത്തി വെച്ചിട്ട് അവിടെ കയറ് കട്ട് ചെയ്യുകയാണ്. ഈ സമയത്താണ് ജോഷ് അങ്ങോട്ട് വരുന്നത്. എന്നാൽ അപ്പോഴേക്കും അവനിട്ടൊരു ഇടി കൊടുത്തിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. അങ്ങനെ ഐറിസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ സെർഗീനെ കൊല്ലുക എന്നുള്ളത് പ്ലാൻ ചെയ്തത് ഈ ജോഷും കേറ്റും കൂടെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ വീട്ടിനകത്ത് ഇഷ്ടം പോലെ പൈസയുണ്ട്. അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് സെർഗീനെ കൊന്നു കളയാൻ അവർ പ്ലാൻ ചെയ്തത്. മാത്രമല്ല ഈ സെർഗേ എന്ന് പറയുന്നത് അത്ര നല്ലവനൊന്നുമല്ല. എന്നാൽ എലയ്ക്കും പാട്രിക്കിനും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പൊ ജോഷ് പറഞ്ഞിട്ടാണ് അവർ ആ കാര്യം അറിയുന്നത്. എങ്കിലും ആ പൈസയുടെ ഷെയർ തരാമെന്ന് പറയുമ്പോൾ എലയും അവരുടെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സമയത്താണ് മറ്റൊരു സസ്പെൻസ് റിവീൽ ആവുന്നത്. അതായത് എലയുടെ ബോയ് ഫ്രണ്ട് അല്ലേ പാട്രിക്, അവനും ഒരു റോബോട്ടാണ്. ഇതേ സമയം തന്നെ ഐറിസ് ആണെങ്കിൽ കാട്ടിലൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അവളുടെ കയ്യിലിപ്പം ജോഷിന്റെ ഫോൺ ഉണ്ട്. അവളിപ്പോൾ അവളുടെ ആ സെറ്റിംഗ്സ് ഒക്കെ അതിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ അവൾ അതിലെ വോയിസ് കമാൻഡ് ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ ജോഷ് അവളോട് എന്തു പറഞ്ഞാലും അവൾക്കത് അനുസരിക്കേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് അവളുടെ വോയിസിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ നോക്കുന്നത് അവളുടെ ഇന്റലിജൻസ് ആണ്. ജോഷ് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 40%. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100% വർദ്ധിപ്പിക്കുകയാണ്. ഇനിയിപ്പം അവൾക്ക് കാഞ്ഞ ബുദ്ധിയാണ്. അങ്ങനെ വേഗം തന്നെ അവൾ ഒരു മലയ്ക്ക് മുകളിലേക്ക് കയറി. എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും എന്നാണ് അവളിപ്പോൾ ചിന്തിക്കുന്നത്. അവൾ അവളുടെ മുഴുവൻ ബുദ്ധിയും വെച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആദ്യം അവൾ ആലോചിക്കുന്നത് നേരെ താഴെ റോഡിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ചാലോ എന്നാണ്. എന്നാൽ അവളുടെ ഇപ്പോഴത്തെ കോലം കണ്ടില്ലേ, മൊത്തം ബ്ലഡാണ്. അതുകൊണ്ട് ഒരുത്തനും വണ്ടി നിർത്തത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ അടുത്തതായിട്ട് ചിന്തിക്കുന്നത് നേരെ ജോഷിന്റെ അടുത്തേക്ക് തന്നെ ചെന്നാലോ എന്നാണ്. എന്നാൽ ഒരു പക്ഷേ അവൻ അവളെ കൊല്ലാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു പരിപാടി അവൾ വേണ്ടാന്ന് വെച്ചു. ഇനിയിപ്പോൾ മൂന്നാമതായിട്ട് അവൾ ആലോചിക്കുന്നത് ജോഷിന്റെ കാറാണ്. ആ കാറിന്റെ ആക്സസ് ഇരിക്കുന്നത് ആ ഫോണിൽ തന്നെയാണ്. നൈസായിട്ട് ആ കാറും എടുത്തുകൊണ്ട് പോയാലോ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. പിന്നീട് ആ ഒരു കാര്യം അവൾ വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ അവളൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കാണാതെ നേരെ ആ വീട്ടിലേക്ക് തന്നെ പോവുക. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുക. അതിനുവേണ്ടി അവൾ ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ളവർ ആ കാട്ടിലേക്ക് എത്തി. അവളിപ്പോൾ അതിലെ നടക്കുമ്പോഴാണ് എലയും പാട്രിക്കും അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ അവൾ അവിടെ ഒരു സ്ഥലത്ത് പതുങ്ങിയിരുന്നു. എന്നാൽ ഈ സമയം അവരത് കാണുന്നുണ്ട്. എലയാണെങ്കിൽ ഉടനെ തന്നെ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവളാണെങ്കിൽ വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ കുറെ ഓടി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് പെട്ടെന്ന് എലയും വന്നിട്ട് അവളെ പിടിക്കുന്നത്. അതോടുകൂടെ അവർ രണ്ടുപേരും താഴേക്ക് വീണു. ഈ സമയം അവിടെ ആ തോക്ക് കിടക്കുന്നുണ്ട്. അങ്ങനെ അവൾ വേഗം ചെന്നിട്ട് ആ തോക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ഒരു മൽപ്പിടുത്തത്തിൽ ആ തോക്കിൽ നിന്ന് വെടിപൊട്ടി. അതോടുകൂടെ എലയും മരിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും അങ്ങോട്ട് ഓടിയെത്തി. അത് കണ്ട ഉടനെ തന്നെ ഐറിസ് വേഗം അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവൾ അവിടെ നിന്ന് പോകുന്ന കാണുമ്പം ജോഷും അവളുടെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ ഐറിസ് വേഗം ചെന്നിട്ട് ആ ഫോൺ വഴി അവന്റെ കാറിന്റെ അകത്തേക്ക് കയറി. എന്നാൽ ഇപ്പോൾ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും ആ കാർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവൾ എങ്ങനെയൊക്കെ സ്റ്റാർട്ടാക്കാൻ പറഞ്ഞിട്ടും നിങ്ങളുടെ വോയിസ് ഇതിൽ ഫീഡ് ചെയ്തിട്ടില്ല എന്നാണ് കാറ് മറുപടി പറയുന്നത്. ഈ സമയത്താണ് അവളൊരു കാര്യം ഓർക്കുന്നത്. നേരത്തെ ജോഷിന്റെ ഫോൺ വെച്ചിട്ട് അവളുടെ വോയിസ് ഒക്കെ മാറ്റി കളിച്ചായിരുന്നല്ലോ, അതാണ് ഇപ്പോൾ പണി കിട്ടിയത്. ഈ സമയം ജോഷ് ആണെങ്കിൽ ആ വാതിലിങ്ങനെ തുറക്കാൻ ശ്രമിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ഐറിസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വോയിസ് വീണ്ടും മാറ്റിയിട്ട് ആ കാറിന് നിർദ്ദേശം കൊടുക്കാൻ തുടങ്ങി. കുറെ സമയം അങ്ങനെ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ കാർ അവളുടെ വോയിസ് ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ കാർ അവളെയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയം ജോഷ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ വീടിന്റെ അകത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അവിടെ നിന്നൊരു ഫോൺ എടുത്തിട്ട് ആ കാർ കമ്പനിയിൽ വിളിച്ചിട്ട് ആ കാർ അവിടെ സ്റ്റോപ്പാക്കാൻ പറയാണ്. അങ്ങനെ നടു റോട്ടിൽ ആ കാർ സ്റ്റോപ്പായി. പിന്നെ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും ആ കാർ സ്റ്റാർട്ടാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കാർ സ്റ്റോപ്പാക്കിയതിന് ശേഷം ജോഷ് നേരെ കാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ അവളെ പിടിക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റൂ, അത് പാട്രിക് ആണ്. എന്നാൽ പാട്രിക് ഇപ്പം എലയുമായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് ജോഷ് പറഞ്ഞാലൊന്നും പാട്രിക് അനുസരിക്കത്തില്ല. എന്നാൽ അവനെ റീസെറ്റ് ചെയ്യാൻ പറ്റും. അവന്റെ ചെവിയുടെ പുറകിലായിട്ടൊരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കിക്കഴിഞ്ഞാൽ അവൻ റീസെറ്റ് ആവും. അങ്ങനെ പാട്രിക്കിനെ റീസെറ്റ് ചെയ്തതിന് ശേഷം ജോഷിന്റെ മുഖം സ്കാൻ ചെയ്ത് അവർ തമ്മിൽ പെയറാവാണ്. അങ്ങനെ ആ പെയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ജോഷ് അവന് കൊടുക്കുന്ന കമാൻഡ് ഐറിസിനെ പിടിച്ചോണ്ട് വരാനാണ്.
ഇതേ സമയം തന്നെ ഐറിസ് ആണെങ്കിൽ ആ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. അവൾ അതിന്റെ ചില്ലൊക്കെ പൊളിച്ചിട്ട് വേഗം തന്നെ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. അവളെ കാണുമ്പോൾ അയാൾക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ അയാളുടെ തോക്കെടുത്തു. എന്നിട്ട് വിലങ്ങെടുത്തിട്ട് അവളെ ലോക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് പാട്രിക് അങ്ങോട്ട് വരുന്നത്. പാട്രിക് വന്ന ഉടനെ തന്നെ ആ പോലീസുകാരനെ ശരിക്കും ഇട്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഇടിച്ചതിന് ശേഷം അവൻ അയാളെ കൊന്നു കളഞ്ഞു. എന്നിട്ട് ആ പോലീസുകാരനെയും ഐറിസിനെയും എടുത്തിട്ട് നേരെ ജോഷിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഈ സമയം ജോഷും കേറ്റും നോക്കുമ്പോൾ ഒരു പോലീസുകാരന്റെ വണ്ടിയാണ് അങ്ങോട്ട് വരുന്നത്. സംശയത്തോടെ അവർ താഴേക്ക് ഇറങ്ങി ചെന്നു. എന്നാൽ ആ പോലീസ് കാറിലുണ്ടായിരുന്നത് പാട്രിക് ആണ്. അവൻ ഐറിസിനെയും പൊക്കിയെടുത്തിട്ട് അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നിനക്കിത് ഇവിടുന്ന പോലീസിന്റെ വണ്ടി കിട്ടിയത്? ഇതിലെ പോലീസുകാരൻ എവിടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ പോലീസുകാരൻ വണ്ടിയുടെ ഡിക്കിക്കുള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് പാട്രിക് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവരവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ പോലീസുകാരൻ ആ വണ്ടിക്കകത്ത് മരിച്ചു കിടക്കാണ്. ഇതും കൂടെ കാണുമ്പോൾ കേറ്റിന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. അവൾ വേഗം തന്നെ അവളുടെ റൂമിലേക്ക് ചെന്നിട്ട് കുറെ പൈസയൊക്കെ എടുത്ത് അവളുടെ ബാഗിലേക്ക് വാരിയിട്ടു. ഇനി ഈ പരിപാടിക്ക് ഞാനില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ജോഷ് എത്രയൊക്കെ അവളെ തടയാൻ ശ്രമിച്ചിട്ടും അവൾ നിൽക്കുന്നില്ല. അത് കാണുന്ന ജോഷ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്രിക്കിന് അടുത്ത കമാൻഡ് കൊടുക്കുകയാണ്. കേറ്റിനെ തടയാനാണ് ജോഷ് പറയുന്നത്. എന്നാൽ ഇപ്പൊ പാട്രിക്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. പാട്രിക്കിനെ പേരാക്കി കഴിഞ്ഞപ്പോൾ അവന്റെ അഗ്രഷൻ ലെവൽ 100% ജോഷ് ഇട്ടത്. അതായത് ഇപ്പൊ അവനോട് പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൊന്നോണ്ടേ വരത്തുള്ളൂ. ഇപ്പൊ ജോഷ് അവളെ പിടിക്കാൻ പറയുമ്പോൾ അവനൊരു കത്തി വെച്ചിട്ട് കേറ്റിനെ പോയി കുത്തുകയാണ്. അതോടുകൂടെ കേറ്റിന്റെ പണിയും തീർന്നു. അങ്ങനെ ഇനി ബാക്കിയുള്ളത് ജോഷും 2 റോബോട്ടുകളും മാത്രമാണ്. ജോഷ് ഇപ്പൊ ഐറിസിനെ അവിടെ ഒരു ചെയറിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ എടുത്തിട്ട് അവളുടെ ഇന്റലിജൻസ് 0% ആക്കി. ഇനിയിപ്പോൾ അവൾ എന്ത് ചെയ്യുമ്പോഴും അവൾ ഒന്നും ചിന്തിക്കത്തില്ല. ഇപ്പൊ ജോഷ് അവളോട് പറയുന്നത് അവിടെ ഒരു മെഴുകുതിരി എത്തിച്ചു വെച്ചിട്ടുണ്ട്, അതിന്റെ മുകളിലേക്ക് അവളുടെ കൈ വെക്കാനാണ്. അവളാണെങ്കിൽ അതുപോലെ അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ ആ മെഴുകുതിരി കത്തുന്നതിനനുസരിച്ചിട്ട് അവളുടെ കൈ ഇങ്ങനെ ഉരുകുന്നുണ്ട്. അതിനിടയിൽ ജോഷ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വിളിക്കുന്നത് ഈ റോബോട്ടിന്റെ കമ്പനിയിലേക്കാണ്. നിങ്ങളുടെ റോബോട്ടിനൊരു പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് വന്നിട്ട് എടുത്തോണ്ട് പോകണം എന്നാണ് അവൻ വിളിച്ചറിയിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവളുടെ കൈ കത്താൻ തുടങ്ങി. അത് കാണുമ്പോൾ ജോഷിന്റെ നിർദ്ദേശപ്രകാരം പാട്രിക് ആണെങ്കിൽ ആ തീയൊക്കെ കെടുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം അവളുടെ കയ്യിൽ ഒരു തോക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് സ്വയം തലയ്ക്ക് വെടിവെക്കാനാണ് ജോഷ് അവളോട് പറയുന്നത്. അവളാണെങ്കിൽ അത് അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ തലയ്ക്ക് ഷൂട്ട് ചെയ്തതോടുകൂടെ അവൾ താഴേക്ക് വീഴാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പം ആ റോബോട്ടിന്റെ കമ്പനിയിലെ ആൾക്കാരൊക്കെ എത്തി. 2 ആൾക്കാരാണ് അങ്ങോട്ട് വന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് അവർ പാട്രിക്കിനെ തിരിച്ചറിയുന്നില്ല. കാരണം കുറച്ച് വർഷങ്ങളായിട്ട് പാട്രിക്കിനെ പോലത്തെ റോബോട്ടിനെ അവർ നിർമ്മിക്കാറില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം അവരത് തിരിച്ചറിയാത്തത്. മാത്രമല്ല പോലീസുകാരന്റെ വേഷത്തിലാണ് പാട്രിക് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ ജോഷ് അവരുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്നാണ് ഐറിസ് തോക്കെടുത്തത്, അതിനിടയിൽ ഈ പോലീസുകാരൻ വന്നിട്ടാണ് എന്നെ രക്ഷിച്ചത് എന്നാണ് ജോഷ് പറയുന്നത്. മാത്രമല്ല ഐറിസ് സ്വയം തലയ്ക്ക് ഷൂട്ട് ചെയ്യായിരുന്നു എന്നും കൂടെ അവർ പറയുന്നുണ്ട്. ഇതല്ലാതെ വേറെ അവിടെ നടന്ന മരണത്തെക്കുറിച്ചിട്ടൊന്നും അവർ മിണ്ടുന്നില്ല. അവർ പറയുന്നതൊക്കെ കൺവിൻസ് ആയതുകൊണ്ടും പോലീസുകാരൻ അവിടെ നിൽക്കുന്നതുകൊണ്ടും ആ കമ്പനിക്കാരത് വിശ്വസിച്ചു. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഐറിസിനെ പാക്ക് ചെയ്തു. എന്നാൽ അവരതിനെ കൊണ്ടാവാൻ തുടങ്ങുമ്പോഴാണ് ജോഷ് അവരുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. അല്ല, ഈ റോബോട്ടിന് പണി തീർന്നില്ലേ? ഇനിയിപ്പം ഇവളുടെ ഹാർഡ് ഡിസ്കിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഡാറ്റാസ് എടുക്കാൻ പറ്റുമോ എന്നാണ് ജോഷ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ പിന്നെന്താ, തീർച്ചയായിട്ടും പറ്റും. അവൾ തലയ്ക്കല്ലേ ഷൂട്ട് ചെയ്തത്, പക്ഷെ അവളുടെ CPU ഇരിക്കുന്നത് അവളുടെ വയറിന്റെ ഭാഗത്താണ്, അതിന് കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇവൾ ഇനിയും റീസെറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് അവർ ഐറിസിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. അതെല്ലാം കാണുമ്പോൾ ജോഷിനൊരു കാര്യം മനസ്സിലായി. ഇപ്പം ഐറിസിനെ കൊണ്ടുപോയിട്ട് അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇതുവരെ ചെയ്തു വെച്ച പണിയെല്ലാം വെറുതെ ആയി പോവും എന്ന കാര്യം ജോഷിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെ കൊന്നുകളയാൻ വേണ്ടി അവൻ പാട്രിക്കിനെ അയക്കുകയാണ്. അങ്ങനെ ആ കമ്പനിയിലെ ആൾക്കാരൊക്കെ ഐറിസിനെ അവരുടെ വാനിലേക്ക് കടത്തിയിട്ട് അതിനെ റീസെറ്റ് ചെയ്യാനിട്ടു. എന്നിട്ട് അവർ ആ വണ്ടിക്കകത്തേക്ക് കയറുകയാണ്. യഥാർത്ഥത്തിൽ ഈ ജോഷ് പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല. അവരിവിടെ എന്തൊക്കെയോ ഒരു ഉടായ്പ പരിപാടിയാണ് നടത്തുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇപ്പം അവരതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയിട്ടില്ല. അങ്ങനെ അവർ ആ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് പാട്രിക് അവരുടെ മുന്നിലേക്ക് വരുന്നത്. എന്നാൽ ഈ സമയത്ത് ആ വണ്ടി ഓടിച്ച ആൾക്ക് അവനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും പാട്രിക് ആണെങ്കിൽ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ ആ വണ്ടിയുടെ ഡ്രൈവർ മരിച്ചു. എന്നാൽ മറ്റവൻ മരിച്ചിട്ടില്ല. അവൻ വേഗം തന്നെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ പാട്രിക് അവനെ വിടുന്നില്ല. പാട്രിക്കും അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി അവൻ അവിടെ തടഞ്ഞ് താഴേക്ക് വീഴുന്നു. അങ്ങനെ അവൻ നേരെ ചെന്ന് വീഴുന്നത് ഒരു കുഴിക്കുള്ളിലേക്കാണ്. ആ കുഴിയിലാണ് നേരത്തെ അവിടെ മരിച്ച ആൾക്കാരെ മൊത്തം കൊണ്ടിട്ടിരിക്കുന്നത്. അതും കൂടെ കാണുമ്പോൾ അവന്റെ പേടി കൂടാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ പാട്രിക് അങ്ങോട്ട് വന്നിട്ട് അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് മൊത്തം റീസെറ്റ് ആയിട്ട് ഐറിസ് അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഐറിസ് അവനെ ഇടിക്കാൻ തുടങ്ങുമ്പോഴേക്കും പാട്രിക് ആണെങ്കിൽ അവളെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. അതിനുശേഷം ഒരു ഷോക്ക് അടുപ്പിക്കുന്ന സാധനം എടുത്തിട്ട് അവൾക്ക് നേരെ ചൂണ്ടാണ്. എന്നാൽ ഈ സമയം ഐറിസ് ചില കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത്, നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ, ജോഷ് നിന്റെ പേരല്ല, അവൻ നിന്നെ പറ്റിച്ചതാണ്. നിന്റെ പേര് എലയാണ്. നീ ഒന്ന് ഓർത്തു നോക്ക്. നിനക്കറിയാലോ ഞാനൊരു റോബോട്ടാണ്, ഞാൻ ഒരിക്കലും കള്ളം പറയത്തില്ല, അതുകൊണ്ട് നീ ഒന്ന് ഓർത്തു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഐറിസ് അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്.
അവൾ ആ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അവനിപ്പം എലൈനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതോടുകൂടെ അവൻ ചെയ്തത് മൊത്തം തെറ്റാണ് എന്ന കാര്യം അവൻ തിരിച്ചറിയാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ ഷോക്ക് അടിപ്പിക്കുന്ന സാധനം എടുത്തിട്ട് സ്വയം ഷോക്ക് ഏൽപ്പിച്ചിട്ട് താഴേക്ക് വീഴുന്നു. ഈ സമയം ഐറിസ് നോക്കുമ്പോൾ മറ്റവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഐറിസ് അവൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ഇപ്പം ഞാനല്ലേ രക്ഷിച്ചത്, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ എനിക്ക് വേണ്ടി ചെയ്തു തരണം എന്നാണ് അവൾ പറയുന്നത്. ഇതേ സമയം തന്നെ ജോഷ് ആണെങ്കിൽ അവിടുത്തെ കാശ് മുഴുവൻ അവന്റെ പെട്ടിയിലേക്ക് വാരിയിട്ടിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഐറിസ് അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ഐറിസ് പറഞ്ഞത് പ്രകാരം ആ കമ്പനിക്കാരൻ അവളെ മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനിയിപ്പം ഇവൾ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അവൾ അവളുടെ സ്വയം ഇഷ്ടത്തിനാണ് നടക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഇപ്പൊ അവള് അവന്റെ മുന്നിലേക്ക് ചെന്നിരിക്കുന്നത്. അവൾ ഒരു തോക്കും എടുത്തിട്ടുണ്ട്. എന്നാൽ അത് കണ്ട ഉടനെ തന്നെ ജോഷ് ആ തോക്കിൽ പിടിച്ചു. അതിനുശേഷം അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ കാണിച്ചിട്ടും അവൾക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ ആ തോക്കുമായിട്ട് അവളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവള് അവിടെ താഴെ വീണ് കിടക്കുന്ന വൈൻ ഓപ്പൺ ചെയ്യുന്ന ഒരു സാധനം വെച്ച് അവന്റെ തലയിലേക്ക് കുത്തുന്നത്. അതൊരു ഓട്ടോമാറ്റിക് വൈൻ ഓപ്പണറാണ്. അത് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചു കൊടുത്താൽ മതി, അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അകത്തേക്ക് കയറും. ഇപ്പൊ അത് അവന്റെ തലയോട്ടി തകർത്തിട്ട് അകത്തേക്കാണ് കയറി പോകുന്നത്. അതോടുകൂടെ ജോഷ് മരിച്ചു വീഴാണ്. അത് കണ്ട് ആകെ സമാധാനത്തിൽ കിടക്കുകയാണ് ഐറിസ്. അങ്ങനെ ഒരു റോബോട്ട് ആണെങ്കിലും അവള് ജീവന് തുല്യം സ്നേഹിച്ച ആളെ തന്നെ അവൾക്ക് കൊല്ലേണ്ടി വന്നു. എങ്കിലും ഇപ്പൊ അവൾക്ക് അതിന്റെ റിഗ്രറ്റ് ഒന്നുമില്ല. അവൾ വേഗം തന്നെ ചെന്നിട്ട് കുളിച്ച് റെഡിയായി. ഇപ്പൊ കയ്യിലെ തോലിയൊക്കെ അവൾ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് അവിടുത്തെ മുഴുവൻ പൈസയും എടുത്ത് ഒരു കാറുമായിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.